അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 2 ശനിയാഴ്ച. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് തീവില. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിറകെ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ കുത്തനെ കൂട്ടി. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ കൊച്ചിയിലെ വില 3085 രൂപയായി. ഒറ്റത്തവണ ഇത്രയും ഭീമമായ വിലവർധന ഇതാദ്യമാണ്. വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് മെയ് 6 സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. അവധി ദിനമാണെങ്കിലും ഹർജി നാളെ പരിഗണിക്കും. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നത് കൃത്രിമം കാണിക്കാനാണെന്നാണ് ആരോപണം. ഇരിഞ്ഞാലക്കുടയിലും അങ്കമാലിയിലും ആനയിടഞ്ഞ് 2 പേരെ ചവിട്ടിക്കൊന്നു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആനയുടെ ചവിട്ടേറ്റ് 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. മറ്റൊരു പാപ്പാനായ അമൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ശ്രീകുട്ടന് നെഞ്ചിലാണ് ചവിട്ടേറ്റത്. അങ്കമാലിയിലെ കിടങ്ങൂരിൽ വിരണ്ടോടിയ ആനയുടെ ചവിട്ടേറ്റ് ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവർ വിഷ്ണു ആണ് മരിച്ചത്. 2ാം പാപ്പാൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പേവിഷബാധ ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയോടി ഓടയിൽ ചാടിയയാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചെങ്കൽ വട്ടവിള സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. തിരുവനന്തപുരം ഇഞ്ചക്കൽ ജംഗ്ഷന് സമീപം ആംബുലൻസിലെ ഡ്രൈവറെ ആക്രമിച്ച ശേഷമാണ് രാജേന്ദ്രൻ റോഡിലേക്ക് ഇറങ്ങി ഓടിയത്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കാർ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഡിജോ കാപ്പൻ ശ്രദ്ധേയനായത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പ്രമേയവുമായി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ശബരിമലയിൽ നടയടച്ച ശേഷമുള്ള വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെ കേസ്. പത്തനംതിട്ട തലച്ചിറ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ അനീഷിനെതിരെയാണ് പമ്പ പോലീസ് കേസെടുത്തത്. മൈ സഫാരി വീഡിയോ എന്ന യൂട്യൂബ് ചാനലിൽ പ്രചരിച്ച 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വിവാദമായതോടെ നീക്കം ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ വേണ്ടെന്നാണ് പാർട്ടി തീരുമാനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വരും. അപ്പോൾ മധുരം വിതരണം ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇനി പവർ കട്ടിന് സാധ്യതയില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ലോഡ് ഷെഡിംഗ് പൂർണ്ണമായി കുറഞ്ഞു. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. വൈദ്യുതി പ്രതിസന്ധി ഇനി ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. പാർട്ടി മാറിയിട്ടില്ലെന്നും കൃത്യമായ സമയത്ത് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചെന്നും G സുധാകരൻ. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടില്ല. പാർട്ടി അംഗത്വം പുതുക്കാത്തതാണെന്നും G സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തുന്ന PV അൻവറുമായുള്ള ഫോൺ വിളിയിൽ പോലീസ് സൂപ്രണ്ട് സുജിത് ദാസിന് ക്ലീൻ ചീറ്റ്. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതിയാണ് ക്ലീൻ ചീറ്റ് നൽകിയത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളി ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങൾ സർക്കാരിനൊപ്പമാണെന്നും LDFന് അനുകൂലമായ ഫലമായിരിക്കും പുറത്തുവരികയെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. ആലപ്പുഴ സ്വദേശി ആര്യയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ബംഗളൂരുവിൽ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ BSc നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ കുടുംബം. ആദിത്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്നാണ് പരാതി. ആലപ്പുഴ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നായയെ നേരത്തെ പാമ്പ് കടിച്ചതായി നാട്ടുകാർ പറയുന്നു. വിഷബാധയേറ്റെന്ന് സംശയിക്കുന്ന നായ ഓടി നടന്ന് ആളുകളെ കടിച്ച ശേഷം ചത്തു. നായയുടെ കടിയേറ്റവർ ചികിത്സ തേടിയിട്ടുണ്ട്. പഞ്ചാബ് നിയമസഭയിൽ ഭഗവന്ത് മാൻ സർക്കാർ വിശ്വാസ വോട്ട് തേടി. 117 അംഗ നിയമസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ 94 MLA-മാരുടെ പിന്തുണയും മാൻ മന്ത്രിസഭയ്ക്ക് ലഭിച്ചു. പകുതിയിലേറെ MLA-മാരും BJP-യിലേക്ക് വരുമെന്ന് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന രാഘവ് ചന്ദയുടെ നേതൃത്വത്തിലുള്ള 7 രാജ്യസഭാ അംഗങ്ങൾ അവകാശപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ പ്രത്യേക അദാലത്ത്. കേരളത്തിൽ നിന്നുള്ള 1686 കേസുകൾ അദാലത്തിൽ പരിഗണിക്കും. ഇതിൽ 451 കേസുകൾ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ്. സംസ്ഥാന സർക്കാരും വിവിധ വകുപ്പുകളും കക്ഷികളായ 591 കേസുകളുമുണ്ട്. ആദ്യം മധ്യസ്ഥ ചർച്ച നടത്തും. ബലാത്സംഗത്തിനിരയായി ഗർഭിണിയായ പെൺകുട്ടിക്ക് ഗർഭഛിദ്രം വേണമോ എന്ന് പെൺകുട്ടിയും കുടുംബവും തീരുമാനിക്കട്ടെയെന്ന് സുപ്രീം കോടതി. ആഗ്രഹിക്കാത്ത ഗർഭധാരണം അടിച്ചേൽപ്പിക്കാനാവില്ലെന്നും കുട്ടി പഠിക്കേണ്ട സമയമാണെന്നും ആ കുട്ടിയോട് അമ്മയാവാൻ പറയാൻ സാധിക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗർഭസ്ഥ ശിശുവിന് 30 ആഴ്ച പ്രായമുള്ളതിനാൽ ഗർഭഛിദ്രം ആശാസ്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചത്. രാജ്യത്ത് വാണിജ്യ പാചക വാതക സിലിണ്ടറിനു പിറകെ ഡീസലിനും പെട്രോളിനും വില വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിന് ശേഷം വിലക്കയറ്റത്തിന്റെ ചൂടറിയുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും ഫെബ്രുവരി മുതൽ ഇതുവരെ വാണിജ്യ സിലിണ്ടറിന് 1380 രൂപയാണ് വർദ്ധിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വാണിജ്യ ഗ്യാസ് വില വർദ്ധിപ്പിച്ച തീരുമാനം ജനദ്രോഹമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വിമാന ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചതിനാൽ എയർ ഇന്ത്യ ആദായകരമല്ലാത്ത രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. ജൂലൈ മാസം വരെ സർവീസുകളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് എയർ ഇന്ത്യ CEOയും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാംബെൽ വിൽസൺ അറിയിച്ചു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനികി ഭൂയാൻ വ്യാജരേഖ ചമച്ചെന്നാരോപിച്ചതിന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരെ ജാമ്യമില്ലാത്ത ക്രിമിനൽ കേസെടുത്തിരിക്കെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പവൻ ഖേരയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ജസ്റ്റിസ് JK മഹേശ്വരിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ദേശീയപാതകളിൽ ഇനി ടോൾ നൽകാൻ വാഹനങ്ങൾ കാത്തുനിൽക്കേണ്ടതില്ല. രാജ്യത്തെ ആദ്യത്തെ ബാരിയർ രഹിത ടോൾ പ്ലാസ മുംബൈ ഡൽഹി NH-48 ദേശീയപാതയിൽ ആരംഭിച്ചു. സൂറത്തിനടുത്തുള്ള ചോരിയാസി ടോൾ പ്ലാസയിലാണ് വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കാതെ കടന്നുപോകാൻ കഴിയുന്ന ഈ നൂതന സംവിധാനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് നിയമസഭയിലെത്തിയത് മദ്യപിച്ചാണെന്ന് സ്വാതി മലിവാൾ MP. അദ്ദേഹം പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും തെളിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും സ്വാതി മലിവാൾ. സഭയിൽ മാൻ സംസാരിക്കുന്ന വീഡിയോ X-ൽ പങ്കുവച്ചാണ് സ്വാതി മലിവാളിന്റെ ആരോപണം. പശ്ചിമബംഗാളിൽ ജനവിധി അട്ടിമറിക്കാൻ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീനിൽ തിരിമറിക്ക് ശ്രമിച്ചെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. അർദ്ധരാത്രി വരെ കൊൽക്കത്തയിലെ സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ മമതയുടെ നേതൃത്വത്തിൽ TMC നേതാക്കൾ പ്രതിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. യുദ്ധം മൂലം നിർത്തിവച്ചിരുന്ന ഖത്തറിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നീ വിമാന കമ്പനികൾ പുനരാരംഭിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quet, the ultimate dandruff solution. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ്.
സൗത്ത് 24 പർഗാനസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് നടക്കുക. വോട്ടിംഗ് മെഷീനിൽ ടേപ്പൊട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ റീപോളിംഗ് നടത്തുന്നത്. പെട്രോൾ ഡീസൽ വില വർധനവിന് സമ്മർദ്ദം ചെലുത്തി എണ്ണ കമ്പനികൾ. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കഴിഞ്ഞ മാസം 15% കുറഞ്ഞെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരിട്ട അനീതി കാരണമാണ് അഭിഭാഷകനായതെന്ന് രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പേരറിവാളൻ. 31 വർഷത്തെ ജയിൽവാസത്തിൽ പലതും മനസ്സിലാക്കി. നീതി ലഭിക്കാത്തവർക്കായി പൊരുതും. തടവുകാരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കുമെന്നും പ്രചോദനമായത് ജസ്റ്റിസ് കൃഷ്ണയ്യർ ആണെന്നും പേരറിവാളൻ പറഞ്ഞു. അമേരിക്ക യുദ്ധം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതായി സൂചന. 6500 ടൺ പടക്കോപ്പുകൾ US ഇസ്രയേലിലെത്തിച്ചു. 2 ഭീമൻ ചരക്കുകപ്പലുകളിലും നിരവധി വിമാനങ്ങളിലുമായി എത്തിയ ഈ ആയുധങ്ങൾ ഇറാനെതിരായ ശക്തമായ സൈനിക നീക്കത്തിനാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടത്തിലുള്ളവർക്കിടയിലുള്ള കടുത്ത ഭിന്നതയാണ് ശാശ്വത പരിഹാരത്തിന് തടസ്സമാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബോംബാക്രമണത്തിന് തനിക്ക് വ്യക്തിപരമായി താൽപര്യമില്ല. എന്നാൽ US സെൻട്രൽ കമാൻഡിൽ നിന്ന് സൈനിക നീക്കങ്ങൾക്കുള്ള പുതിയ പ്ലാനുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾക്ക് തീരുമാനമാകുന്നതുവരെ ഇറാനിലെ യുറേനിയം ശേഖരം മാറ്റരുതെന്ന് അമേരിക്ക. ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരരുതെന്നും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആവശ്യപ്പെട്ടു. കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ട്രംപ് മാനസികമായി പ്രാപ്തനാണോ എന്ന് US കോൺഗ്രസിലെ ഡെമോക്രാറ്റ് പ്രതിനിധി സാറ ജേക്കബ്. പ്രതിരോധ ബജറ്റിനുള്ള ചർച്ചയ്ക്കിടെ ഉയർന്ന ഈ ചോദ്യം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെ പ്രകോപിപ്പിച്ചു. ഇറാൻ യുദ്ധവും ട്രംപിന്റെ വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സഭയിൽ ചർച്ചയായി. ഇറാനുമായുള്ള യുദ്ധത്തിലൂടെ അമേരിക്കൻ സൈന്യത്തിന് വൻ സാമ്പത്തിക ആയുധ നഷ്ടം സംഭവിച്ചതായി വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ്. ഏകദേശം $280 കോടി സൈനിക ഉപകരണങ്ങൾ തകർക്കപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. UAEയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളോ നാവികസേനാ കപ്പലുകൾക്കുണ്ടായ തകരാറുകളോ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യൂറോപ്യൻ യൂണിയനെതിരെയും 25% അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകൾക്കും ട്രക്കുകൾക്കും അടുത്തയാഴ്ച മുതൽ വില വർദ്ധിക്കും. യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് നടപടി. UAEയുടെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യം വെച്ച് പ്രതിദിനം 5 മുതൽ 7 വരെ ലക്ഷം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതായി UAE ഗവൺമെന്റിന്റെ സൈബർ സെക്യൂരിറ്റി കൌൺസിൽ. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് സൈബർ കടന്നാക്രമണങ്ങൾ നടത്തുന്നതെന്ന് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഹമദ് അൽ കുവൈത്തി പറഞ്ഞു. UAEയിലെ സ്കൂളുകൾ ജൂൺ 1 ക്ലാസുകൾ പുനരാരംഭിക്കുന്നു. ബലിപെരുന്നാൾ അവധിയോടനുബന്ധിച്ച് മെയ് 25 മുതൽ 29 വരെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും. ശനി ഞായർ അവധികൾ കൂടിയാകുമ്പോൾ ആകെ 9 ദിവസത്തെ അവധി ലഭിക്കും. സമാധാന നോബൽ പുരസ്കാര നാമനിർദ്ദേശ പട്ടികയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഇടം പിടിച്ചെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ, പാകിസ്ഥാൻ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കൾ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തെന്നാണ് വിവരം. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 7 വിക്കറ്റ് ജയം. ജയ്പൂർ സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസാണ് നേടിയത്. 50 പന്തിൽ 90 റൺസ് എടുത്ത റിയാൻ പരാഗും 14 പന്തിൽ 47 റൺസ് എടുത്ത ഡോണോവൻ ഫെരേരയുമാണ് രാജസ്ഥാന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. അതേസമയം 40 പന്തിൽ 75 റൺസ് എടുത്ത KL രാഹുലിന്റെയും 33 പന്തിൽ 62 റൺസ് എടുത്ത പദും നിസംഗയുടെയും മികവിലാണ് ഡൽഹി വിജയം കണ്ടത്. 19.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ലക്ഷ്യം മറികടന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.